അടുത്ത തിയറി മറ്റ് കാര്യങ്ങളിൽ പറയാത്ത കുറച്ച് തിയറികൾ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് വരാവുന്ന ഒരു തിയറി ടാക്സ് ഇവേഷനും ടാക്സ് റിഡക്ഷൻ ഉണ്ട്, ടാക്സ് അവോയ്ഡൻസ് ഉണ്ട്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിപ്പാണ്, അത് ക്രിമിനൽ കേസാണ്. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് കുറക്കുന്നതിനെ ടാക്സ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ടാക്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിപ്പാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചേക്കാം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ്. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൽക്കാലത്തേക്ക് ടാക്സ് അടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളുടെ ഇൻകം വേറൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ടാക്സ് അടച്ചതിന് ശേഷം നമ്മളുടെ പേരിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്ന നിയമത്തിൻ്റെ ലൂപ്പ്ഹോൾ ഉപയോഗിച്ചിട്ട് ടാക്സിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരർത്ഥത്തിൽ ക്രിമിനലായിട്ടുള്ളൊരു തെറ്റ് കൂടിയായിട്ടുള്ള ഒരു മെത്തേഡാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നിയമത്തിന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ട്രാൻസ്ഫർ തന്നെ. അപ്പോൾ അതാണ് നമ്മളുടെ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ മറ്റൊന്ന് ടാക്സിൻ്റെ ജനറലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്ലബ്ബിംഗ് ഓഫ് ഇൻകം എന്താണെന്ന് ചോദിക്കുക. ക്ലബ്ബിംഗ് എന്ന് പറഞ്ഞാൽ മൈനർ സണ്ണിൻ്റെ ഇൻകം അച്ഛൻ ടാക്സ് അടക്കുന്നു. റിയാലിറ്റി ഷോയിലൊക്കെ പാടിയിട്ട് കിട്ടുന്ന മൈനർ സണ്ണിൻ്റെ ഇൻകത്തിന് അച്ഛൻ ടാക്സ് അടക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ മരുമകൾ കയറി വരുമ്പോൾ ഇൻകങ്ങൾ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ ടാക്സ് അടക്കുന്നു. അല്ലെങ്കിൽ ഭാര്യയുടെ ഇൻകത്തിന് ഭർത്താവ് ടാക്സ് അടക്കുന്നു, ഭർത്താവിൻ്റെ ഇൻകത്തിന് ഭാര്യ ടാക്സ് അടക്കും. ഇങ്ങനെ ക്ലബ് ചെയ്യുക. ആരാണ് ഡീംഡ് ഇൻകം എന്ന് കൂടി പറയും. നമ്മളുടെ ഇൻകമായി മാറിയേക്കാവുന്ന ഇൻകം എന്ന് പറയും. ഡീംഡ് ഇൻകം അഥവാ ക്ലബ്ബിംഗ് ഇൻകം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു തിയറി ചോദിച്ചേക്കാം. പിന്നെ ATG നമ്മൾ പറഞ്ഞു. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ബേസിക് കണ്ടീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തിയറി നിങ്ങൾക്ക് ചോദിച്ചേക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രാൻസ്ഫറിങ് സംഭവങ്ങളുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യാം, സെയിൽ എങ്ങനെയായിരിക്കണം, ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, കൃത്യമായിട്ടൊരു കൺസിഡറേഷൻ മേടിച്ചുകൊണ്ടായിരിക്കണം, അങ്ങനെയുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി ഭാഗങ്ങളുണ്ട്. അത് മറ്റു ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജനറലായിട്ടുള്ള കുറച്ച് തിയറികളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മറ്റ് ക്ലാസ്സുകളിൽ പറയാതിരുന്ന കുറച്ച് തിയറികൾ, അതിൽ പെടാതിരുന്ന കുറച്ച് തിയറികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താണത്? ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. മാക്സിമം ഷെയറുകൾ ചെയ്യാം. നമ്മളുടെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും പരീക്ഷാ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.